ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഇത് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. കുറച്ച് ദിവസമായിട്ട് കോൾഡും ഫീവറൊക്കെ ആയിട്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലാണ് കേട്ടോ പോണത്. ഒരു ഈവനിങ് ഓൾമോസ്റ്റ് 6-6:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ക്വാർട്ടേഴ്സ് നോക്കിയാൽ ട്രെയിൻ പോണത് കാണാൻ പറ്റും. നമ്മുടെ സിംബ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോണ സമയത്ത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് ശ്രീരംഗപട്ടണമുള്ള രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ലക്ഷദീപം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നിഖിൽ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങാനും ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ട് വേഗം കുളിച്ചിട്ട് റെഡിയായി പോവാണ്. അപ്പോൾ ആദ്യം നെയ്ബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. വിഷ്ണു ആണ് ഇവിടുത്തെ ഡിവോട്ടി. നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉള്ള പോലെയുള്ള ഐഡലാണെന്നാണ് പറയുന്നത് വിഷ്ണുവിൻ്റെ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഒത്തിരി ദീപങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു ഉത്സവം പോലെയാണ്. അപ്പോൾ ഒത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ പോലെയായിരുന്നു, നാട്ടിലെ ഉത്സവത്തിൻ്റെ ഒക്കെ പോലെയായിരുന്നു. കുറേ സ്റ്റോളുകൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അവരങ്ങനെ ആരും കയറ്റില്ല കേട്ടോ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കുറച്ച് സ്റ്റുഡൻസിനെയൊക്കെ കണ്ടു. അധികം വരുന്നത് ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ. പക്ഷെ ഞാൻ അയ്യപ്പന്മാരെയൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പോകുന്ന ആളുകളൊക്കെ ഇവിടെ തൊഴുതിട്ടാണ് പിന്നെ ശബരിമലയിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇന്നും ഭയങ്കര തിരക്കായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒത്തിരി ദീപങ്ങളുള്ളതുകൊണ്ട് നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗോബി, അത് ഇത് പാനിപ്പൂരി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ഫുഡിങ്ങിലായതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തില്ല, കഴിച്ചില്ല. കഴിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡൻസിനെ കണ്ടു എന്ന്. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. ആ വീഡിയോ ഒന്നും എടുത്തില്ല. ഓക്കെ, സീ യു.